Hi children, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്ററിലെ സെൽ സൈക്കിൾ എന്ന പോർഷനാണ്. ബിഫോർ ഗോയിങ് ടു ടോപ്പിക്, വാട്ട് ഈസ് സെൽ ഡിവിഷൻ? സിമ്പിൾ വേയിൽ നമുക്ക് ഇങ്ങനെ പറയാം: ന്യൂ സെൽസ് ആർ അറൈസിങ് ഫ്രം പാരൻ്റൽ സെൽസ്. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ: how many times cells will get divided? The number of cell division always depend on genetic information from cells. Interestingly, some cells will divide continuously. ചില സെല്ലുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് മെരിസ്റ്റമാറ്റിക് സെല്ലാണ്. And most of the cell, their division will be stopped when they get differentiated. What is the meaning of differentiation? ചില സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് അതൊരു പർട്ടിക്കുലർ ഫംഗ്ഷനായി മാറിയെങ്കിൽ നമുക്ക് അതിനെ ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, സ്പേം സെൽസ്, ovum, nerve cells, muscle cells, so on. What I have said now, ചില സെല്ലുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് എക്സാമ്പിളാണ് മെരിസ്റ്റമാറ്റിക് സെൽ. ചില സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൽ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യും. നമ്മുടെ ടോപ്പിക് സെൽ സൈക്കിളാണ്. The cyclic changes occurs between one cell division to next we can call cell cycle. ഒരു സെൽ ഡിവിഷൻ തുടങ്ങി അടുത്ത സെൽ ഡിവിഷൻ വരെ ഇൻ ബിറ്റ്വീൻ നടക്കുന്ന എല്ലാ പ്രോസസ്സിനെയും നമുക്ക് സെൽ സൈക്കിൾ എന്ന് വിളിക്കാം. ഹിയർ ഈസ് ദ ഡയഗ്രാം ഫോർ സെൽ സൈക്കിൾ. ഒരു സെൽ സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് ടു phases, that is interphase. I stand for interphase and M stand for mitotic phase. Interphase again divided into three: G1, that's a gap 1, S phase, synthesis phase, and G2 phase, that's a gap 2 phase, then mitotic phase. Mitotic phase also divided into two: karyokinesis and cytokinesis. Nuclear division and division of cytoplasm. Karyokinesis again divided into four substages: prophase, metaphase, anaphase and telophase. സെൽ സൈക്കിൾ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുക. ഒരു സെൽ സൈക്കിളിൽ 3 പ്രോസസ്സാണ് നടക്കുക. ഏതൊക്കെയാണ് 3 പ്രോസസ്സ് എന്ന് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ദറ്റ് ഈസ് 1 സെൽ ഗ്രോത്ത്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് എഴുതുന്നു, 1 സെൽ ഗ്രോത്ത് ആണ്. സെക്കൻഡ് വൺ ഈസ് ദ DNA replication. DNA replication. And third one, that is a cell division. Keep it in mind. നമ്മുടെ സെൽ സൈക്കിളിൽ 3 പ്രോസസ്സാണ് നടക്കുക. ഏതൊക്കെയാണ് 3 പ്രോസസ്സ് നടക്കുക? സെൽ ഗ്രോത്ത്, DNA replication ആൻഡ് സെൽ ഡിവിഷൻ. നമ്മൾ പറഞ്ഞു ഇൻ്റർഫേസിനെ നമ്മുടെ സെൽ സൈക്കിളിനെ രണ്ടായിട്ട് തിരിക്കുകയാണ്: ഇൻ്റർഫേസ് ആൻഡ് എം ഫേസ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ സെൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂർ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. G1 ഫേസിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം 11 മണിക്കൂറാണ്. എസ് ഫേസിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം 8 മണിക്കൂർ, G2ൻ്റെ 4 മണിക്കൂറും 1 മണിക്കൂർ മാത്രമാണ് സെൽ ഡിവിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെൽ ഡിവിഷന് വേണ്ട എല്ലാ പ്രിപ്പറേഷനും നടക്കുന്നത് ഇൻ്റർഫേസ് ആണ്. That is why interphase is also called in preparatory phase. Here we are discussing what are the events are taking place in this interphase. Let us move to first one, G1 phase. Or gap 1 phase. G1 phase or gap 1 phase. ഈ ഫേസിലാണ് എസ് ഫേസിൽ നടക്കുന്ന DNA റെപ്ലിക്കേഷന് വേണ്ട എല്ലാ റോ മെറ്റീരിയൽസും നിർമ്മിക്കുന്നത് G1 ഫേസിലാണ്. ഡ്യൂറിങ് ദ G1 phase, they synthesize all raw materials required for DNA replication. അപ്പോൾ let us write raw materials DNA replication. നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. നമ്മൾ സ്ട്രെയിറ്റ് അവേ എസ് ഫേസിൽ പോയിട്ട് തിരിച്ച് നമ്മൾ ഈ G1 ഫേസിലേക്ക് വരും. സോ ഐ ആം റൈറ്റിംഗ് ഹിയർ എസ് ഫേസ്
S phase is a synthesis phase. S phase, that is a synthesis phase. During the S phase, what is taking place? DNA replication. During the S phase, DNA replication is taking place. What is the DNA replication? എൻ്റെ കയ്യിൽ ഒരു പേജ് നോട്ടുണ്ട്. എനിക്ക് രണ്ട് കുട്ടികൾക്ക് ആ നോട്ട് കൊടുക്കണമെങ്കിൽ ആ പേപ്പർ കീറി കൊടുക്കുകയാണെങ്കിൽ രണ്ട് കുട്ടികൾക്കും എല്ലാ നോട്ടും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ആ പേജിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. The same way we can think here also. Or whatever the genetic materials are present in parent cell, the same amount should be there in daughter cells. The same number will be maintained both parent cell and daughter cell through DNA replication. അവിടെ DNA replicate ചെയ്താൽ മാത്രമേ അത് ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ DNA replication എന്ന് പറയുമ്പോൾ അതിന് ചില എൻസൈംസ് ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു പാഠത്തിൽ പഠിക്കും. ഹെലിക്കേസ്, ടോപ്പോ ഐസോമറേസ്, and DNA polymerase. These are the enzymes required for DNA replication. നമുക്കറിയാം all enzymes are protein. അപ്പോൾ ഈ എൻസൈംസ് ആയ പ്രോട്ടീൻ നിർമ്മാണം നടക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. Protein synthesis always taking place in 3 steps. First DNA replication നടക്കണം, then transcription വഴി RNA ഉണ്ടാകണം, then translation വഴി പ്രോട്ടീൻ ഉണ്ടാകണം. ഇവിടുത്തെ എൻസൈംസ് ആയ പ്രോട്ടീൻ നിർമ്മിക്കണമെങ്കിൽ തന്നെ ഇവിടെയും ഈ പ്രോസസ്സ് ഫോളോ ചെയ്യണം. DNA ഫസ്റ്റ് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ട്രാൻസ്ക്രിപ്ഷൻ വഴി RNA ഉണ്ടാകണം, RNA പ്രോട്ടീൻ ഉണ്ടാകും. അപ്പോൾ പ്രോട്ടീനായ ഈ എൻസൈംസ് നിർമ്മിക്കണമെങ്കിൽ അവിടെ ആരുടെ ആവശ്യമുണ്ട്? RNAയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ദ ഫസ്റ്റ് റോ മെറ്റീരിയൽ ഫോർ DNA replication ഈസ് RNA. For RNA production there is energy is required. So energy requirement അവിടെ ATP production ഉണ്ടാവണം. Again DNA, deoxyribonucleic acid. The simple molecule of nucleic acid is nucleotide. ഒരു ന്യൂക്ലിയോടൈഡ് എന്തുകൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഷുഗർ. അപ്പോൾ DNAക്ക് വേണ്ട ഷുഗർ വേണം, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എസ് ഫേസിൽ വേണ്ട എല്ലാ റോ മെറ്റീരിയൽ നിർമ്മിക്കുന്നത് G1 ഫേസിലാണ്. As I have told you, there are certain enzymes are required for DNA replication. What are the enzymes? Helicase, topoisomerase and DNA polymerase. As I have told you, these are protein. The protein synthesis should be taken place in 2 steps. First transcription, DNA to RNA, then RNA to protein. So for this production of protein, RNA is required. So one of the raw material for DNA replication is RNA. RNA production require energy, so ATP. And sugar, nitrogen base and phosphate are component of nucleotide. ഇത് കൂടാതെ histone protein also produced in S phase. So what is S phase? S phase എന്ന് പറഞ്ഞാൽ സിന്തസിസ് phase എന്നാണ്. DNA നിർമ്മിക്കുകയാണ്. എന്തിനാണ് DNA നിർമ്മിക്കുന്നത്? What is the importance of DNA replication? In order to maintain same genetic information from parent to offspring should be, അല്ലെങ്കിൽ parent cell to daughter cell should be same. Okay, then let us move to the next phase, that is the G2 phase. Gap 2 phase. Gap 2 phase.
എന്താണ് ഗ്യാപ് ടു ഫേസിൽ നടക്കുക? In this phase also they produce some raw materials required for mitotic division. Mitotic division വേണ്ട spindle apparatus. Spindle apparatus നിർമ്മിച്ചിരിക്കുന്നത് ട്യൂബുലിൻ പ്രോട്ടീൻ കൊണ്ടാണ്. ഈ നമ്മൾ ട്യൂബ് ഒരു പ്രോട്ടീൻ നിർമ്മിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? RNA വേണം, ATP വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എം ഫേസിന് വേണ്ട എല്ലാ റോ മെറ്റീരിയലും നിർമ്മിക്കുന്നത് G2 ഫേസിലാണ്. മൈറ്റോട്ടിക് ഫേസ് സെൽ ഡിവിഷന് വേണ്ടതാണ് സ്പിൻഡിൽ അപ്പാരറ്റസ്. സ്പിൻഡിൽ അപ്പാരറ്റസ് നിർമ്മിച്ചിരിക്കുന്ന ട്യൂബുലിൻ പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ നിർമ്മാണത്തിന് RNA പ്രോട്ടീൻ ഇവിടെ വേണം. കൂടാതെ മൈറ്റോകോൺഡ്രിയ, ഗോൾഗി കോംപ്ലക്സ്, സെൻട്രിയോൾ etc. get duplicate. etc. get duplicate chloroplasts. ഒരു എൻട്രൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചു DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് S ഫേസിലാണ്. എന്നാൽ മൈറ്റോകോൺഡ്രിയയുടെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് G2 ഫേസിലാണ്. നമ്മൾ തെറ്റിദ്ധരിച്ച് S ഫേസിന് എഴുതാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ പറഞ്ഞു the number of cell division always depend on the genetic information from cell. Again we have studied cell cycle ന് രണ്ട് ഭാഗം ഉണ്ടെന്ന് പറയുന്നു. There are two parts are there, interphase and mitotic phase. Interphase again divided into three: gap 1 phase or G1 phase, S phase that is a synthesis phase, gap 2 phase. In NCERT textbook it is given the duration of cell cycle of human cell is 24 hours. So you can also study the duration of G1 is 11 hours, the duration of S phase is 8 hours, and duration of G2 is 4 hours. Only 1 hour cell division is taking place. The rest of cell cycle part they take preparation for cell division. So what are the events are taking place in G1 phase? G1 phase is also called gap 1 phase. During the G1 phase they produce all raw material for DNA replication. So let us move to the DNA replication. What is the DNA replication? In order to maintain same amount of genetic material both parent cell and daughter cell, for that one DNA replication is required. For the DNA replication certain enzymes are required: helicase, topoisomerase and DNA polymerase. As you know, enzymes are almost all enzymes are protein. For protein production there are some steps are there. First transcription, then translation. So during the protein production മുമ്പ് RNA ആവശ്യമുണ്ട്. അപ്പോൾ the one of the raw material for DNA replication is RNA. For the RNA production energy is required. Next is ATP. Nucleic acid, their monomer is nucleotide. The nucleotide compositions are sugar, nitrogen base and phosphate. These all things are preparing in G1 phase. Histone protein also producing in S phase. Then G2 phase or gap 2 phase. This phase also preparatory phase for mitotic stage. For cell division spindle apparatus are required. For spindle apparatus production tubulin proteins are required. So that is for tubulin protein production RNA and ATP also required. Similar way the mitochondria, Golgi complex, centriole and chloroplast are get duplicate. These all stages are taking place in G2 phase. The next class we will discuss about G0 and DNA content. Thank you children.